നമസ്കാരം. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപത്ത് നടക്കാൻ പോകുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘോത്സവം സർക്കാർ തടഞ്ഞു. ഇന്നലെ മഹോത്സവവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. കേരളത്തിന്റെ തലവരെ തന്നെ മാറ്റിയെഴുതാൻ ശേഷിയുള്ള ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവം തടഞ്ഞതിന് പിന്നിൽ അന്ധമായ ഹിന്ദു വിരോധം ആണ് എന്ന ആരോപണങ്ങൾ ഉയരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു ആണ്. നമസ്കാരം ശ്രീ ആർ വി ബാബു. നമസ്കാരം ശ്രീ ആർ വി ബാബു. കേരളത്തിലെ മഹാകുംഭമേള, കേരളത്തിലെ കുംഭമേളയ്ക്ക് ഒരു തുടക്കമെന്നോണം കാലങ്ങളോളം കേരളത്തിൽ ഇല്ലാതിരുന്ന കുംഭമേളയ്ക്ക് തുടക്കമിടുവാൻ വേണ്ടിയിട്ട് പോയ ആ ഒരു നടപടിയെ സർക്കാർ തലത്തിൽ നിന്ന് അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള മെമ്മോ കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്താണ് ഇതിൽ ഒരു പ്രതികരണം നടത്താനുള്ളത്? കുംഭമേള എന്നുള്ള പേരിൽ നടക്കുന്ന മാഘമക ഉത്സവം, അത് സത്യത്തിൽ അത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ വീണ്ടെടുക്കില്ല. തിരുനാവായ എന്ന് പറയുന്ന നിളയുടെ തീരത്ത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മാമാങ്കം പോലുള്ള മഹത്തായ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ്. അതൊരു ആയോധന പ്രാധാന്യമുള്ളതായിരുന്നു അത് എന്നുണ്ടെങ്കിൽ അതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ചേരമൻ പെരുമാളിന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഉത്സവമാണ്. 12 വർഷത്തിലൊരിക്കൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഉത്സവമാണ് മാഘമക ഉത്സവം എന്ന് പറയുന്നത്. 12 വർഷം കൂടുമ്പോഴാണ്. 12 വർഷം കൂടുമ്പോൾ നമ്മൾ കുംഭമേളയ്ക്ക് നടക്കുന്ന പോലെ നീളയുടെ തീരത്ത് തിരുനാവായിൽ നടന്നു വന്നിരുന്ന ഒരു ഉത്സവം പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് മാമാങ്കമായിട്ട് മാറി. പിന്നെ അതൊരു ആയോധന പ്രാധാന്യമുള്ള സംഭവമായിട്ടൊക്കെ പിന്നീട് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ത്രിമൂർത്തി സംഗമസ്ഥാനം കൂടിയാണ് നീളാതീരം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരതത്തിൽ ഒഴുകുന്ന ഒരു പുഴയ്ക്ക് ഭാരതത്തിന്റെ പേരുള്ളത് ഈ നിള നദിക്ക് മാത്രമാണ്. ഭാരതപ്പുഴ എന്നാണ് അതിന്റെ പേര് തന്നെ. അപ്പൊ ആ നിളയിൽ സ്നാനം ചെയ്ത് നിർവൃതി അടയുക, മോക്ഷം കിട്ടുക എന്നുള്ളതൊക്കെ അവിടെ ഈ തിരുനാവായയിൽ ബലിതർപ്പണത്തിനും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ജനങ്ങൾ ഒരുമിച്ച് വന്ന് ഈ ഒരു തർപ്പണം ചെയ്ത് മടങ്ങിപ്പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരും കാലത്ത് വലിയൊരു സാംസ്കാരിക മുന്നേറ്റത്തിന് സഹായകരമാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഉത്തർപ്രദേശിലൊക്കെ സർക്കാർ നിയന്ത്രണത്തിൽ സർക്കാർ തന്നെ വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഇത്തരം സമ്മേളനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വിമുഖത? ഈ കേരളത്തിലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വളരെ വളരെ രസാവഹമാണ്. ഇപ്പോൾ ശബരിമല നോക്കൂ, ശബരിമല തീർത്ഥാടനം കേരളത്തിൽ വലിയൊരു തരത്തിൽ കേരളത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ശബരിമല തീർത്ഥാടനം. തീർത്ഥാടകന്മാരെ അതേപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് തീർത്ഥാടകർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ തീർത്ഥാടകരെ കേരളത്തിലേക്ക് ആകർഷിക്കുകയും ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിന്റെ എല്ലാ മേഖലയിലുള്ള വികസനം സാധ്യമാകുന്ന തരത്തിലേക്ക് നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഈ നിളയുടെ തീരത്ത് ഇപ്പോൾ സമാരംഭം കുറിക്കുന്ന മാഘമക ഉത്സവം എന്നുള്ള കുംഭമേള. ഭാരതത്തിന് ഇതിപ്പോ ശബരിമലയിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയാണ് കൂടുതലായിട്ട് ശബരിമലയിലേക്ക് ആകർഷിക്കപ്പെടുന്നതെങ്കിൽ മുഴുവൻ ഭാരതവും ആകർഷിക്കപ്പെടുന്ന തരത്തിലേക്ക് വളരാവുന്ന ഒരു വലിയ ഒരു സംരംഭമാണ് യഥാർത്ഥത്തിൽ ഈ കുംഭമേള എന്നുള്ളത്. നാളെ വരുംകാലങ്ങളിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് കേരളത്തിലേക്ക് ഉണ്ടാവുകയും അത് കേരളത്തിന്റെ പ്രത്യേകിച്ച് മലപ്പുറം ഈ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്നു എന്നൊക്കെ ആരോപണം ഒക്കെയുള്ള അത്തരത്തിലുള്ള പരാതിയുണ്ടല്ലോ, പരിഭവമുണ്ട് മലപ്പുറത്തെ കുറിച്ച്. അപ്പൊ ആ മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ തോതിലുള്ള ഒരു വികസനത്തിന് പോലും നാന്ദി കുറിക്കാവുന്ന തരത്തിലുള്ള ഒരു സംരംഭമാണ് ഈ പറയുന്ന കുംഭമേള എന്നുള്ളത്. പക്ഷെ അതിനെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാരണങ്ങളൊക്കെ വെറുതെ ഈ ആ പരിപാടിയെ തടയാൻ വേണ്ടി പറയുന്നതാണ്. മണപ്പുറം കയ്യേറി, പുഴ കയ്യേറി, അനുമതിയില്ല എന്നൊക്കെ. അതൊക്കെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ മണപ്പുറത്ത് ഈ പറയുന്ന നദീതീരത്ത് ഒരുപാട് ഉത്സവങ്ങളും മേളകളും ഒക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്.
ഈ നദിയുടെ തീരങ്ങളിൽ ഇത്തരത്തിലുള്ള മേളകൾ ഇതിന് ഇപ്പോൾ ചെറുകോൽപ്പുഴയിലടക്കം അല്ലെങ്കിൽ മരാമൺ കൺവെൻഷൻ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ, അതും പ്രത്യേകിച്ച് ഹിന്ദുക്കളാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാവുന്നത് അത് സഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവരുടെ കയ്യടിക്ക് വേണ്ടിയാണോ ഗവൺമെന്റ് ഈ തരത്തിലുള്ളൊരു നിലപാടെടുത്തത് എന്നത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മതതീവ്രവാദികളുടെ കയ്യടിക്ക് വേണ്ടി അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുത്ത ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത് എന്ന് വേണം പറയാൻ. കാരണം കേരളത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട്, ഹിന്ദു വിശ്വാസങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട്, ഹിന്ദു വിശ്വാസങ്ങളെ അപഹസിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ ഗവൺമെന്റും ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും എല്ലാ കാലവും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെയും കാണാനായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു കാരണം ഇതിനകത്തില്ല. ഈ പറയുന്ന കാരണങ്ങളൊന്നുമില്ല. അവിടെ ഭാരതപ്പുഴ കയ്യേറിയിട്ട് ആരെങ്കിലും കൈവശപ്പെടുത്താൻ പോകുന്നുണ്ടോ? ഭാരതപ്പുഴ കയ്യേറാൻ പാകത്തിന് അവിടെ ഒരു 12 ദിവസം, അതായത് ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 15 ദിവസക്കാലത്തോളം ഉള്ള ഒരു പരിപാടി. അത് ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ 30 കോടിയോളം ആളുകളാണ് ഈ കുംഭമേളയിൽ വന്നു പോയതെന്ന് പറയുന്നു. അപ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള ഉത്തർപ്രദേശിന്റെ റവന്യൂ അതെത്ര വലുതാണെന്ന് നമുക്കറിയാം. ഉത്തർപ്രദേശ് സർക്കാരിന് കിട്ടിയ റവന്യൂ എത്ര വലുതാണ്. അതിനവര് ഗവൺമെന്റ് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ആ സർക്കാരിൻ്റെക്കും ഒരു റവന്യൂ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക്. ഇത് കേരളത്തിനും അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കേരളം ഈ പറയുന്ന രാഷ്ട്രീയ തിമിരം ബാധിച്ച്, അതും അന്ധമായ ഹിന്ദു വിരോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അന്ധമായ ഹിന്ദു വിരോധം. അവർ ആ സംഘപരിവാറിനെതിരാണെന്നൊക്കെ പറയും. സത്യത്തിൽ സംഘപരിവാറിനെതിരായിട്ടുള്ളതല്ല. സംഘപരിവാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, സംഘപരിവാറിനെ ചാരി ഹിന്ദു സമൂഹത്തിന്റെ എല്ലാ വിശ്വാസങ്ങളെയും എതിർക്കുക എന്നുള്ളതാണ്. എല്ലാ വിശ്വാസങ്ങളെയും. ഇപ്പൊ നമുക്ക് ഈ അടുത്ത കാലത്താണ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ലോട്ടറി ഇറക്കിയത്. അത് സംഘപരിവാറിനെ എതിർക്കാനല്ലല്ലോ, ഹിന്ദു വിശ്വാസത്തെ തകർക്കുക, അതിനെ അവഹേളിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇത് നമുക്ക് എല്ലാ കാലത്തും കാണാം, എല്ലാ മേഖലയിലും കാണാം. ഗണപതി മിത്താണ് എന്ന് പറയുന്നത് സംഘപരിവാറിനെ എതിർക്കാനാണോ? ഹിന്ദു വിശ്വാസത്തെ തകർക്കാനാണ്. സനാതന ധർമ്മത്തെ എതിർക്കുന്നു എന്നുള്ളത് ഹിന്ദു വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതല്ലേ, അല്ലാതെ RSSനെ മാത്രം എതിർക്കുക എന്നുള്ളതാണ്. സനാതനധർമ്മ വിശ്വാസികളായ കോടാനുകൂടി വരുന്ന ഭാരതീയരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതിനെ എതിർക്കുക എന്നുള്ളത്. അപ്പോ ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമീപനം കേരളത്തെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കും? കേരളം എവിടേക്കാണ് പോകുന്നത്? ഇപ്പോൾ തമിഴ്നാട്, കേരളം, ബംഗാൾ, ഈ 3 സംസ്ഥാനങ്ങളിൽ ആസൂത്രിതമായി ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുക. ഈ 3 സംസ്ഥാനങ്ങളിൽ ഈ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ഗൂഢാലോചനയും വലിയ തോതിലുള്ള ആസൂത്രണവും നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്ന. അതെ, അവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഒരു മുസ്ലിം വിഭാഗത്തിന്റെ ഒരു സമ്മേളനം നടന്നത്. അതിന് എതിർപ്പൊന്നും ഉണ്ടായില്ലല്ലോ. അതുപോലെ തന്നെ ഇത് മലപ്പുറം ജില്ല ആയതുകൊണ്ടാണോ ഈ രീതിയിലുള്ള ഒരു എതിർപ്പ് ഉണ്ടാകുന്നത്? മലപ്പുറം ജില്ല ആയതുകൊണ്ട് കൂടിയാണ്. അതിലൊരു കാരണം മലപ്പുറം ജില്ലയാണ്. കാരണം മലപ്പുറം ജില്ലയിൽ ഈ തരത്തിലുള്ള ഹിന്ദു കൂട്ടായ്മ അത് അവിടുത്തെ മതതീവ്രവാദികൾക്ക് സഹിക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമുക്കറിയാം, എഴുത്തച്ഛന്റെ സ്മാരകം, ഈ മതേതരത്വമാണ്, മതസൗഹാർദ്ദമാണ് മലപ്പുറം, മതേതരമാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്ന മലപ്പുറം ജില്ലയിൽ എഴുത്തച്ഛന്റെ ഒരു പ്രതിമയ്ക്ക് ഇപ്പോഴും സ്ഥാനമില്ലല്ലോ. എഴുത്തച്ഛൻ ജനിച്ചത് എന്ന് പറയുന്ന തിരൂര് തുഞ്ചൻ പറമ്പിൽ പോലും എഴുത്തച്ഛന് പ്രതിമയില്ല. എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാനത്ത് അവിടെ മഷിക്കുപ്പിയും തൂലികയാണ് വെച്ചിട്ടുള്ളത്. അവിടെ തിരൂര് നഗരസഭയുടെ പിന്നാമ്പുറത്ത് എഴുത്തച്ഛന്റെ പ്രതിമ ചാക്കിൽ കെട്ടി ഒരു മൂലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളോളം. അപ്പൊ അതവിടെ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. അതിന്റെ കാരണം എന്താ? അവിടെ എഴുത്തച്ഛന്റെ പേരിൽ ഒരു ഓർമ്മ ഉണ്ടാവാൻ പാടില്ല. കാരണം അവിടുത്തെ മലപ്പുറത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം എന്ന് പറയുമ്പോൾ തിരുനാവായിയുടെ, മാമാങ്കത്തിന്റെ, അല്ലെങ്കിൽ പൂന്താനത്തിന്റെ, എഴുത്തച്ഛന്റെ ഒക്കെ ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്, ഐതിഹ്യമുണ്ട്. ആ പാരമ്പര്യത്തെ, പൈതൃകത്തെ തമസ്കരിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ, അത് ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ആസൂത്രിതമായ ശ്രമമാണ്. ആർക്ക് വേണ്ടിയാണത്? മലപ്പുറത്തിന് അത്തരത്തിലുള്ള ഓർമ്മകൾ പാടില്ല എന്ന് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ തിട്ടൂരുണ്ടോ? ഏതെങ്കിലും മതവിഭാഗം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വരണം. അവർക്കെതിരായിട്ടല്ലേ സർക്കാർ നിലപാടെടുക്കേണ്ടത്? അത്തരം കാര്യം ഇത് ശരിയല്ലെന്നല്ലേ സർക്കാർ പറയേണ്ടത്? അപ്പോൾ മലപ്പുറത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം, ആ സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അതിന്റെ മഹത്തായ പൈതൃകത്തെ വീണ്ടെടുക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ, തിരുനാവായ എന്ന് പറയുമ്പോൾ ത്രിമൂർത്തി സംഗമത്തിന്റെ സ്ഥാനമാണ്.
അവിടെ നാവാമുകുന്ദന്റെ അമ്പലമുണ്ട്, ശിവ ബ്രഹ്മ ക്ഷേത്രമുണ്ട്. ഇതിന്റെ മൂന്നിന്റെയും നദിയുടെ ഒരു കരയിൽ നാവാമുകുന്ദ ക്ഷേത്രവും അതിന്റെ കരയിൽ അപ്പുറം ശിവബ്രഹ്മ ക്ഷേത്രവുമാണ്. ത്രിമൂർത്തി സംഗമസ്ഥാനവും കൂടിയാണ്. ആ ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ഒരു പാലം നിർമ്മിക്കാനുള്ള ശ്രമം ഉണ്ടായി. ആ പാലം നിർമ്മിക്കുകയാണ്. അതും അവിടുത്തെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് കേളപ്പജിയുടെ സ്മാരകമടക്കം തകർത്തുകൊണ്ട് ഒരു പാലം പണിയാനായിട്ട് ശ്രമിക്കുന്നത് അത് നമ്മൾ കണ്ടു. അതിലവർ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മലപ്പുറത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ തമസ്കരിക്കുക, ഇല്ലാതാക്കുക. അങ്ങനെ ഒരു പാരമ്പര്യം മലപ്പുറത്തിന് ഇല്ലെന്ന് വെക്കുക. ഇത് ഞങ്ങൾ ഇവിടുത്തെ പാരമ്പര്യം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാരമ്പര്യമാണ് എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ ആസൂത്രിതമായുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിച്ചാൽ അതിനാർക്കും കുറ്റപ്പെടുത്താനാവില്ല. തീർച്ചയായിട്ടും ഇത് എതിർക്കപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, സാംസ്കാരിക വിരുദ്ധമാണ്. പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. സന്തോഷം.